ഹായ് ഓൾ, നമുക്കിന്ന് കേരള PSC സ്റ്റാഫ് നഴ്സ് എക്സാമിൻ്റെ റിപ്പീറ്റായിട്ട് ചോദിച്ചു വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. അതിൽ ഞാനിന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, നമുക്കപ്പം ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. The first question, which test should be done before doing arterial puncture at radial artery? സോ ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളെ റേഡിയൽ ആർട്ടറി, നമ്മുടെ ഹാൻഡിൽ റേഡിയൽ അൾനാർ ആർട്ടറി ഒക്കെ ഉണ്ട്, നമുക്കറിയാം. ഈ റേഡിയൽ ആർട്ടറി പങ്ക്ചർ ചെയ്യുന്നതിന് മുന്നേ ഏത് ടെസ്റ്റാണ് നമ്മൾ ചെയ്യേണ്ടത്? സോ ദ ഓപ്ഷൻസ്: അലൻസ് ടെസ്റ്റ്, റോംബർഗ് ടെസ്റ്റ്, ക്യുക്കൻസ്റ്റെഡ്സ് ടെസ്റ്റ് ആൻഡ് കലോറിക് ടെസ്റ്റ്. സോ നമുക്ക് ആൻസറിന് മുന്നേ ഓരോ ടെസ്റ്റും എന്താണെന്നൊന്ന് ബ്രീഫായിട്ട് പറയാം. ഫസ്റ്റ്ലി അലൻസ് ടെസ്റ്റ്. സോ അലൻസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അലൻസ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു അസസ് ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ അൾനാർ ആർട്ടറി. അതായത് നമ്മൾ അൾനാർ ആർട്ടറിയുടെ ആ ഒരു ഇൻറ്റഗ്രിറ്റി, അൾനാർ ആർട്ടറി പ്രോപ്പറായിട്ടാണോ വർക്ക് ചെയ്യുന്നത്, അതായത് നമ്മൾ റേഡിയൽ ആർട്ടറിയിൽ എന്തെങ്കിലും ത്രോംബോസിസ് അല്ലെങ്കിൽ റേഡിയൽ ആർട്ടറി നമ്മൾ എന്തെങ്കിലും പ്രൊസീജിയറിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ, പങ്ക്ചറിങ്ങോ ബ്ലഡ് കളക്ഷനോ ആർട്ടീരിയൽ ബ്ലഡ് കളക്ഷൻ ABGക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അൾനാർ ആർട്ടറി ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യൂ. അതല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ്സിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞു പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള കേസസിൽ അൾനാർ ആർട്ടറി ഓക്കെ ആണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് അലൻസ് ടെസ്റ്റിൽ കൂടി നമ്മൾ അതാണ് ചെക്ക് ചെയ്യുന്നത്. സോ ദ അലൻസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ അൾനാർ ആർട്ടറിയും റേഡിയൽ ആർട്ടറിയും നമ്മൾ രണ്ട് ആർട്ടറിയിലും ഒരുപോലെ ഒരുമിച്ച് നമ്മൾ പ്രഷർ കൊടുക്കും. പ്രഷർ കൊടുത്തതിന് ശേഷം പ്രഷർ കൊടുക്കുന്ന ആ ഒരു സമയം നമ്മുടെ ഹാൻഡ്സിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞിട്ട് അവിടെ ഹാൻഡ്സ് നല്ല കൂൾ ആൻഡ് പെയിൽ ആവും, ആൻഡ് ബ്ലൂയിഷ് ഡിസ്കളറേഷനൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ റേഡിയൽ ആർട്ടറി അതുപോലെ തന്നെ നമ്മൾ പ്രഷർ കൊടുത്ത് കംപ്രസ് ചെയ്ത് വെച്ചിരിക്കും. അൾനാർ ആർട്ടറിയിലെ പ്രഷർ നമ്മൾ റിലീവ് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് ആ ഒരു കംപ്രഷൻ നമ്മൾ മാറ്റും. അപ്പോൾ ആ ഒരു സമയം അൾനാർ ആർട്ടറി മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. നമ്മൾ റേഡിയൽ ആർട്ടറിയിൽ പ്രഷർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അൾനാർ ആർട്ടറി ഓക്കെ ആണ്, നല്ല പെർഫ്യൂഷൻ ഉണ്ട് എങ്കിൽ നമ്മുടെ ആ ഒരു പെയിൽ ആൻഡ് കൂൾ അപ്പിയറൻസിലിരിക്കുന്ന ഹാൻഡ് പെട്ടെന്ന് തന്നെ നോർമൽ സിറ്റുവേഷനിലേക്ക്, നോർമൽ ഒരു ഇതിലേക്ക് വരും. സോ അങ്ങനെയാണെങ്കിൽ അൾനാർ ആർട്ടറി ഓക്കെ ആണ്. നമുക്ക് റേഡിയൽ ആർട്ടറി പങ്ക്ചറിന് വേണ്ടിയിട്ടും ABG കളക്ട് ചെയ്യാനും അതർ പ്രൊസീജിയേഴ്സ് ABG അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് സെലക്ട് ചെയ്യാം. അൾനാർ ആർട്ടറി ഓക്കെ ആണ്. അപ്പോൾ ഈ അൾനാർ ആർട്ടറിയുടെ ഈ ഒരു പെർഫ്യൂഷൻ, അതിൻ്റെ ആ ഒരു ഇൻറ്റഗ്രിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലൻസ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടെ ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ അൾനാർ ആർട്ടറി റേഡിയൽ ആർട്ടറിയും കംപ്രസ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റേഡിയൽ ആർട്ടറി ആ ഒരു കംപ്രഷൻ മാത്രം നമ്മൾ ആ ഒരു കംപ്രഷൻ മാത്രം നമ്മൾ അതുപോലെ വെച്ചിട്ട് അൾനാർ ആർട്ടറിയുടെ കംപ്രഷൻ നമ്മൾ റിലീവ് ചെയ്യും. അപ്പോൾ പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ അൾനാർ ആർട്ടറി നല്ല ബ്ലഡ് ഫ്ലോ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു റിലീവ് ചെയ്യുമ്പോൾ 5 to 15 സെക്കൻഡ്സ്, അതും കൂടി ഓർത്ത് വയ്ക്കുക. 5 to 15 സെക്കൻഡ്സ് കൊണ്ടാണ് നമ്മുടെ ആ ഹാൻഡ്സിലെ ആ കൂൾ ആൻഡ് പെയിൽ അപ്പിയറൻസ് കം ബാക്ക് ടു നോർമൽ. ഓക്കെ, അപ്പോൾ അതാണ് അലൻസ് ടെസ്റ്റ്. നെക്സ്റ്റ് ടെസ്റ്റ് ഈസ് റോംബർഗ് ടെസ്റ്റ്. റോംബർഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇറ്റ് ഈസ് എ ടെസ്റ്റ് ഓഫ് ബാലൻസ് ചെക്ക് ചെയ്യുന്ന ആ ഒരു ടെസ്റ്റാണ് റോംബർഗ് ടെസ്റ്റ്. നെക്സ്റ്റ് ഈസ് ക്യുക്കൻസ്റ്റെഡ്സ് ടെസ്റ്റ്. Quickenstead's test means it is used to detect the block in the circulation of CSF in the spinal cord. ക്യുക്കൻസ്റ്റെഡ്സ് ടെസ്റ്റ് എന്ന് നമ്മൾ കേൾക്കുമ്പോഴേ ഓർത്തിരിക്കുക, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡുമായിട്ട് ബന്ധമുള്ളതാണ്. അതായത് ആ ഒരു CSFൻ്റെ സർക്കുലേഷനിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് ക്യുക്കൻസ്റ്റെഡ്സ് ടെസ്റ്റ്. നെക്സ്റ്റ് ഈസ് കലോറിക് ടെസ്റ്റ്. സോ ദ കലോറിക് ടെസ്റ്റ് ഈസ് റിലേറ്റഡ് ടു ഹിയറിംഗ്. സോ ഇത്രയാണ് നമ്മുടെ ടെസ്റ്റുകൾ. അപ്പോൾ നമുക്കിന്ന് ആൻസർ ഇപ്പോൾ മനസ്സിലായി കാണും. ദ ആൻസർ ഈസ് അലൻസ് ടെസ്റ്റ്. അതായത് റേഡിയൽ ആർട്ടറി പങ്ക്ചർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അൾനാർ ആർട്ടറിയുടെ പെർഫ്യൂഷൻ നോക്കേണ്ടതായിട്ടുണ്ട്. അത് നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് അലൻസ് ടെസ്റ്റ്. സോ ദ ആൻസർ ഈസ് അലൻസ് ടെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഇതുപോലെയുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതുപോലെ വേറെ രീതിയിൽ ചോദിക്കാം. ഇത് റിപ്പീറ്റഡ് ആയിട്ട് PSCയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടു ബി ഡൺ ബിഫോർ ടേക്കിംഗ് സാമ്പിൾ ഫോർ ABG അനാലിസിസ്. ABG എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ആർട്ടീരിയൽ ബ്ലഡ് കളക്ഷൻ ആണ്. അപ്പോൾ ABG അനാലിസിസ്, ആർട്ടറിയിൽ നിന്ന് നമ്മൾ ബ്ലഡ് കളക്ഷൻ, അപ്പോൾ അതൊരു പങ്ക്ചറിങ് പ്രൊസീജിയറാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്? സോ നമുക്കറിയാം ആൻസർ ഈസ് അലൻസ് ടെസ്റ്റ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വെൻ ഷുഡ് ദ നഴ്സ് കളക്ട് ദ സാമ്പിൾ ഫോർ സ്പ്യൂട്ടം അനാലിസിസ്? സ്പ്യൂട്ടം അനാലിസിസിന് വേണ്ടിയിട്ട് എപ്പോഴാണ് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് ആർ അറ്റ് ദ ഈവനിങ്, ജസ്റ്റ് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്, ഏർലി മോർണിംഗ്, ആഫ്റ്റർ എയറോസോൾ തെറാപ്പി. സോ നമുക്ക് ഇതിൽ കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. ഇതിൽ ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ഏർലി മോർണിംഗ് ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, maximum amount of fluid that can be removed during thoracentesis. thoracentesis എന്ന് പറയുന്ന പ്രൊസീജിയറിൽ നമ്മൾ എത്രയാണ് മാക്സിമം എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് റിമൂവ് ചെയ്യുന്നത്? സോ thoracentesis എന്ന് പറയുന്നത് ഒരു ഇൻവാസീവ് പ്രൊസീജിയറാണ്. ഈ പ്രൊസീജിയറിൽ നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്യും. ദ നീഡിൽ ഈസ് ഇൻസേർട്ടഡ് ഇൻടു ദ പ്ലൂറൽ സ്പേസ്. പ്ലൂറൽ സ്പേസ് മീൻസ് ഇൻ ബിറ്റ്വീൻ ദ ലങ്സ് ആൻഡ് ചെസ്റ്റ് വാൾ. അപ്പോൾ പ്ലൂറൽ സ്പേസിൽ എന്തെങ്കിലും ഫ്ലൂയിഡ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. ഇത് നമ്മൾ തെറാപ്യൂട്ടിക് ആയിട്ടും ചെയ്യും, ഡയഗ്നോസ്റ്റിക് ആയിട്ടും ചെയ്യും. അതായത് ഈ ഫ്ലൂയിഡ് കളക്ട് ചെയ്ത് എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ടും ചെയ്യാറുണ്ട്. അല്ലാതെ ഇങ്ങനെ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുമ്പോൾ അതിന് എക്സസ് ഫ്ലൂയിഡിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തെറാപ്യൂട്ടിക് പർപ്പസ് ആയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. സോ ഇറ്റ് ഈസ് എ ഇൻവാസീവ് പ്രൊസീജിയർ that needle is inserted into the pleural space in between lungs and chest wall and the excess fluid is removed. നമ്മൾ ഫ്ലൂയിഡ് റിമൂവ് ചെയ്യുന്നതിന് അതിനൊരു കണക്കുണ്ട്. മാക്സിമം നമ്മൾ 1500 ml ഓഫ് ഫ്ലൂയിഡ് മാത്രമേ നമ്മൾ റിമൂവ് ചെയ്യൂ. സോ ഹിയർ ദ ആൻസർ ഈസ് 1500 ml. ഓക്കെ, അതാണ് മാക്സിമം എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ഓഫ് thoracentesis. Next question is, which symptom should be expected immediately in a patient who had a bronchoscopy and biopsy? അതായത് നമ്മളൊരു പേഷ്യൻറ്റിനെ ബ്രോങ്കോസ്കോപ്പി ചെയ്തു. ബ്രോങ്കോസ്കോപ്പി ചെയ്താൽ ഉടനെ അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് സിംറ്റം നമ്മൾ പ്രതീക്ഷിക്കണം, എന്ത് ഒരു ആഫ്റ്റർ എഫക്റ്റ് അവർക്ക് ഉണ്ടാവാം? ദ ഓപ്ഷൻസ് ആർ, ഈ ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രൊസീജിയർ ഫോർ ദ വിഷ്വലൈസേഷൻ ഓഫ് ദ bronchus. That means the visualization of the main pathway of the lungs. ആ ഒരു പ്രൊസീജിയറാണ് ബ്രോങ്കോസ്കോപ്പി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഉണ്ടാകാവുന്ന ആഫ്റ്റർ എഫക്ട്സ് ഓപ്ഷൻസ് ഡ്രൈ കഫ്, ഹെമച്യൂറിയ, ബ്രോങ്കോസ്പാസം ആൻഡ് ദ ബ്ലഡ് സ്ട്രീക്ഡ് സ്പ്യൂട്ടം. സോ ഹിയർ ദ ആൻസർ ഈസ് ബ്രോങ്കോസ്പാസം. അതിലൊരു കൺഫ്യൂഷൻ വേണ്ട. കാരണം ആഫ്റ്റർ ദ ബ്രോങ്കോസ്കോപ്പി ദ പേഷ്യൻറ്റ് മേ ഡെവലപ്പ് ദ റിഫ്ലെക്സ് സ്പാസം ഓഫ് ദ ബ്രോങ്കസ്. അപ്പോൾ നമ്മൾ ആ ഒരു ബ്രോങ്കസിൻ്റെ വിഷ്വലൈസേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊസീജിയറിന് ശേഷം തന്നെ ബ്രോങ്കോസ് സ്പാസത്തിന് ആ ഒരു റിഫ്ലെക്സ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ബ്രോങ്കോസ് സ്പാസം നമ്മൾ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യണം സൂൺ ആഫ്റ്റർ ദ പ്രൊസീജിയർ. സോ ദ ആൻസർ ഈസ് ബ്രോങ്കോസ്പാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ആഫ്റ്റർ സെക്ഷനിങ് if patient's heart rate goes on decreasing, the appropriate nursing action should be. അതായത് നമ്മൾ സെക്ഷനിങ് ചെയ്യുവാണ്. സെക്ഷനിങ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് സഡനായിട്ട് പേഷ്യൻ്റെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോവുകയാണ് എങ്കിൽ നമ്മൾ ആസ് എ നേഴ്സ് നമുക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സോ നമ്മൾ അതേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്ഷൻസ് ആർ കണ്ടിന്യൂ ദ സെക്ഷൻ. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്ഷൻ അതുപോലെ കണ്ടിന്യൂ ചെയ്യുക. ദെൻ നോട്ട് ദ ഫിസിഷ്യൻ, ഡോക്ടറോട് പറയുക. ദെൻ സ്റ്റോപ്പ് ആൻഡ് ഓക്സിജനേറ്റ് ദ പേഷ്യൻറ്റ്. പെട്ടെന്ന് തന്നെ സെക്ഷൻ നിർത്തിയിട്ട് പേഷ്യൻറ്റിനെ ഓക്സിജനേറ്റ് ചെയ്യുക. ദെൻ എൻഷുർ ദ സെക്ഷൻ ഈസ് ലിമിറ്റഡ് ടു 5 seconds. അതായത് 5 secondsലേക്ക് വേണ്ടി നമ്മൾ ചെയ്തു. 5 seconds തന്നെയാണോ നമ്മളത് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പം നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, നമ്മൾ എപ്പോൾ സെക്ഷൻ ചെയ്താലും സെക്ഷന് ശേഷം വാഗസ് നെർവ് സ്റ്റിമുലേറ്റ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. വാഗസ് സ്റ്റിമുലേഷൻ, അതായത് നമ്മുടെ വാഗസ് നെർവ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു അവർ വോക്കൽ കോർഡ്സ് ആൻഡ് ദ മസിൽസ് അറ്റ് ദ ബാക്ക് ഓഫ് ദ ത്രോട്ട്. സോ ദ വാഗസ് നെർവ് ഈസ് കണക്റ്റഡ് ടു ദ വോക്കൽ കോർഡ്സ് ആൻഡ് ദ മസിൽസ് അറ്റ് ദി ബാക്ക് ഓഫ് ദ ത്രോട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ സെക്ഷൻ ചെയ്യുമ്പോൾ ഈ വോക്കൽ കോർഡ്സിനെയും ബാക്ക് ഓഫ് ദ ത്രോട്ടിലുള്ള മസിൽസിലേക്ക് ടച്ച് ആവും. ഇങ്ങനെ ടച്ച് ആകുമ്പോൾ അവിടുത്തെ വാഗസ് നെർവിന് ഒരു സ്റ്റിമുലേഷൻ വരും. വാഗസ് നെർവ് സ്റ്റിമുലേഷൻ വന്നാൽ ഈ ഒരു വാഗൽ സ്റ്റിമുലേഷൻ കോസസ് ഇറ്റ് ആക്ട് ഓൺ ദ ഹാർട്ട് മസിൽസ്. ഈ വാഗസ് നെർവ് ഹാർട്ട് മസിൽസിൽ പോയി ആക്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഹാർട്ട് റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സോ ഇറ്റ് ആക്ട് ഓൺ ദ ഹാർട്ട് മസിൽസ് ടു ഡിക്രീസ് ദ ഹാർട്ട് റേറ്റ്. അപ്പോൾ ഹാർട്ട് റേറ്റ് കുറയും, അതുപോലെ തന്നെ അതിനനുസരിച്ച് ബ്ലഡ് പ്രഷറും കുറയാൻ തുടങ്ങും.
സോ അപ്പോൾ നമ്മൾ എപ്പോഴും സെക്ഷൻ ചെയ്താൽ നമ്മൾ പ്രതീക്ഷിക്കുക ഹാർട്ട് റേറ്റ് ഇങ്ങനെ ഡിപ്പ് ചെയ്യുന്നത് കാണാം. ഹാർട്ട് റേറ്റും ബി പിയും കുറയാനുള്ള കാരണമുണ്ട്. അപ്പോൾ ഇത് വേറെ രീതിയിലൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ്, വാഗസ് നെർവ് സ്റ്റിമുലേഷൻ വരുന്നതുകൊണ്ടാണ്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ വോക്കൽ കോർഡ്സ് ആൻഡ് ദ മസിൽസ് അറ്റ് ദ ബാക്ക് ഓഫ് ദ ത്രോട്ട്. സോ അപ്പോൾ ഒരു വാഗൽ സ്റ്റിമുലേഷൻ വരും. ദാറ്റ് വിൽ ആക്ട് ഓൺ ദ ഹാർട്ട് മസിൽസ് ടു ഡിക്രീസ് ദ ഹാർട്ട് റേറ്റ് ആൻഡ് ദെയർ ബൈ ദ ബ്ലഡ് പ്രഷർ. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഹാർട്ട് റേറ്റ് കുറയുമ്പോൾ ഉടനെ നമുക്ക് എന്താ നമ്മുടെ ആ ഒരു തോട്ട് നമുക്ക് പോയേണ്ടത്, നമ്മൾ സെക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഹാർട്ട് റേറ്റ് കുറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ഇമ്മീഡിയറ്റ്ലി സെക്ഷൻ സ്റ്റോപ്പ് ചെയ്യുക. കാരണം ഈ സെക്ഷനിൽ കാരണമാണ് വാഗസ് നെർവ് സ്റ്റിമുലേറ്റ് ആവുന്നത്. നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആ സ്റ്റിമുലേഷൻ കുറയും, ഹാർട്ട് റേറ്റ് ഗോസ് അപ്പ്, ഇൻക്രീസ് ആവാൻ തുടങ്ങും. സോ സഡൻലി സ്റ്റോപ്പ് ദ സെക്ഷൻ ആൻഡ് ഓക്സിജനേറ്റ് ദ പേഷ്യൻറ്റിനെ ഓക്സിജനേറ്റ് ചെയ്യുക. So here the answer is stop and oxygenate the patient. So ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. ഇത് വേറെ രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് PSC. ഓക്കെ, നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഇന്ന് പരിചയപ്പെടാം. റിമൈനിങ് ക്വസ്റ്റ്യൻസ് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയ്ക്കായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് അപ്പോൾ തന്നെ ആ ഒരു വീഡിയോസ് കിട്ടും. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.